വിജി എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നു? ഒന്ന് താഴെ ഇറങ്ങി. എന്താ യമുന? താഴെ ഇറങ്ങാനല്ലേ പറഞ്ഞ? ഏയ്, എന്തു പറ്റി? വിജി, ജോലി ചെയ്യുന്ന സമയത്ത് ചുറ്റുവട്ടത്തൊക്കെ ഒരു ശ്രദ്ധ വേണ്ടേ? ഏയ്, എന്താ യമുന? എന്താ സംഭവിച്ചത്? എന്താന്നോ, ആ സന്തോഷ് മാധവൻ നീ ജോലി ചെയ്തപ്പോ എന്താ ചെയ്തെന്ന് അറിയാവോ? എന്താ ചെയ്തത്? നീ സ്റ്റൂളിന്റെ മേളിൽ നിന്ന് തുണി എടുത്തോണ്ടിരുന്ന സമയത്ത് നിന്റെ സാരി ഒന്ന് മാറിയായിരുന്നു. അത് കണ്ട ഉടനെ ആ സന്തോഷ് മാധവൻ അയാളുടെ ഫോണിൽ നിന്റെ കുറെ മോശം വീഡിയോ എടുത്തു. വിജി, എന്താ നീ പറയുന്നത്? അതെ വിജി, നിന്റെ വീഡിയോ എടുത്തത് ഞാൻ കണ്ടതാ. ഞാനത് നിന്നോട് പറയാൻ വന്നപ്പോഴേക്കും അയാൾ ഇവിടുന്ന് പോയി. അവനെ ഞാനിന്ന് എവിടെ അയാള്? വാ. എല്ലാവരും ഇവിടെ കറക്റ്റ് സമയത്ത് ജോലിക്ക് വന്നില്ലെങ്കിലും കറക്റ്റ് സമയമാകുമ്പോ തിന്നാൻ വേണ്ടി ഇരുന്നോളൂ അല്ലേ? അതാ നിക്കുന്ന കണ്ടില്ലേ? ആ ശരി ശരി, എന്നെ നോക്കിയാതെ വേഗം കഴിക്കാൻ നോക്ക്. ലോഡ് വന്നാൽ അതൊക്കെ ഇറക്കി സെറ്റ് ചെയ്യാനുള്ളതാ. വേഗം ആവട്ടെ. ശരി സർ. എന്താണ് രണ്ടുപേരും ജോഡിയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടന്ന് വെറുതെ സമയം കളയാതെ വേഗം ഭക്ഷണം കഴിച്ച് ജോലി ചെയ്യാൻ നോക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നതിന്? എന്താ കാര്യം? നിങ്ങളുടെ ഫോണിങ് തന്നെ. എന്റെ ഫോണോ? ഇതെന്താ പെട്ടെന്ന് വന്ന് ഫോണൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പൊ ഞാൻ വീഡിയോ എടുത്തതെങ്ങാനും ഇവർ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോണിങ് തരാനാ പറഞ്ഞ. എന്തിനാ എന്റെ ഫോൺ നിങ്ങൾക്ക്? മര്യാദയ്ക്ക് ആ ഫോണിങ് തരുന്നാ നല്ലത്. ഫോണിതാ. എന്താ ചേച്ചി സംസാരത്തിലൊക്കെ എന്തൊരു വ്യത്യാസം? ആരോടാ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണോ അതൊക്കെ? എല്ലാം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ഫോണ് തരുന്നോ ഇല്ലയോ? എന്റെ ഫോണൊന്നും തരാൻ പറ്റില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കരുത്. അല്ലെങ്കിൽ എന്റെ ഫോൺ എന്തിനാ നിനക്ക്? ചോദിക്കുന്ന കേട്ടില്ലേ? ഫോൺ അങ്ങ് കൊടുക്ക്. അതെന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത്? നിങ്ങളുടെ ഫോണില് എന്റെ മോശമായിട്ടുള്ള വീഡിയോ ഉണ്ട്. വിജി എന്തൊക്കെ പറയുന്നത്? വിജി വെറുതെ എന്നെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കാൻ നോക്കല്ലേ. ഏയ്, വെറുതെ അഭിനയിക്കല്ലേ. എനിക്കെല്ലാം അറിയാം. ആ ഫോണ് തരുന്നുണ്ടോ ഇല്ലയോ? നോക്ക് വിജി, നീ എന്നെ പറ്റി എന്തോ തെറ്റിദ്ധരിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കാം. ഞാൻ തെറ്റിദ്ധരിച്ചതല്ല, നീ തെറ്റായ ആളാന്ന് മനസ്സിലാക്കിയിട്ടാ വന്നിരിക്കുന്നത്. ആ ഫോണിങ് താ. വിജി, ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേട്ടിട്ട് ഫോണിങ് തരാനാ പറഞ്ഞ. വേണ്ട വിജി. വിജി അയ്യോ വിജി, നീ വിചാരിക്കുന്ന പോലെ എന്റെ ഫോണിൽ അങ്ങനെ ഒന്നുമില്ല. എന്റെ ഫോൺ തന്നെ ഇങ്ങ് തരാൻ. വിജി, അത് ഞാൻ പിന്നെ ഇത്ര വൃത്തികെട്ട ബുദ്ധിയായിട്ടാണ് നീ ഇവിടെ ജോലി ചെയ്യുന്നത്? എന്ത് ജന്മോ നിങ്ങള്? കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിക്കാനാ ഞങ്ങൾ ഈ ജോലിക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളെ ഇനിയും എത്രത്തോളം ബുദ്ധിമുട്ടിക്കും? നിങ്ങളെപ്പോലെ ചില ആണുങ്ങൾ കാരണോ ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് വീട്ടിൽ നിന്നൊന്ന് സമാധാനത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്തത്. അല്ലെങ്കിൽ തന്നെ ഈ സമൂഹത്തില് ഒരുപാട് പോരാട്ടങ്ങളും കഷ്ടങ്ങളും അതിജീവിച്ച സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണമെന്ന് കരുതി ജോലിക്ക് വരുന്നത്. അങ്ങനെ ജോലിക്ക് വരുന്ന സ്ഥലത്തും എന്തിനു ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യണോ അതോ നിങ്ങളെപ്പോലെ ദുഷിച്ച മനസ്സുള്ളവര് എങ്ങനെ ഞങ്ങളെ നോക്കുന്നെന്ന് കരുതി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കണം? നിങ്ങൾ ഒരിക്കലും നന്നാവില്ലേ? നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുള്ളതല്ലേ? അവരെയൊക്കെ നിങ്ങൾ എത്ര സൂക്ഷിച്ചാ സംരക്ഷിക്കുന്നത്? അതെങ്ങനെയാ മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോ നിങ്ങളുടെ ചിന്തകൾ ഇത്രയും വൃത്തികെട്ടതായി മാറുന്നത്? ഇത്ര ദിവസമായിട്ട് നീ എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു. അതെല്ലാം ഞാൻ സഹിച്ചെന്ന് കരുതി നീ എന്തൊക്കെ ചെയ്താലും ഞാൻ സഹിക്കാന്ന് കരുതിയോ? എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്റെ പേരിനോ അഭിമാനത്തിനോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ആ പരിധി ഞാൻ വിട്ടുകളയും.
ഈ കടയിൽ നിനക്കൊരു പദവി ഉണ്ടെന്ന് കരുതി എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് നിന്റെ മനസ്സിലൊരു തോന്നലുണ്ടല്ലേ? ആ ഇന്ന് തന്നെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് സംഭവിച്ചതുപോലെ ഇവിടെയുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ നീ ഇനി ഇവിടെ ഉണ്ടാവരുത്. വിജി, ഇപ്പൊ തന്നെ ഞാൻ ഓണറിന്റെ അടുത്ത് പോയി നീ ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിന്റെ ജോലി ഞാനിന്ന് കളയുന്നോ ഇല്ലയോ നോക്ക്. വിജി, വിജി, ഞാനൊന്ന് പറഞ്ഞോട്ടെ വിജി. വിജി, ഞാനൊന്ന് പറയുന്ന കേക്ക് വിജി. വിജി, ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക് വിജി. വിജി, വിജി ഒന്ന് സമാധാനിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വഴിന്ന് മാറ് വിജി, പ്ലീസ് വിജി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നേ. ദയവേത് ഓണറിന്റെ അടുത്തൊന്നും പറയാൻ നിൽക്കരുത്. വഴിന്ന് മാറുന്നോ ഇല്ലയോ? മാറാനോ പറഞ്ഞു. ഈ ഒരൊറ്റ തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? ഓണറിന്റെ അടുത്തൊന്നും പറയാൻ നിൽക്കരുത്. അറിയാതെ പറ്റിപ്പോയത് തെറ്റാ. ഓണർ എങ്ങാൻ അറിഞ്ഞ എന്നെ ഈ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടും. പിരിച്ചുവിടട്ടെ. അതിനു വേണ്ടി തന്നെയാ ഞാൻ ഓണറിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത്. അയ്യോ, സ്ത്രീകളെ ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കുന്ന തന്നെയൊക്കെ. അയ്യോ വിജി, വിജി, ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല വിജി. ഞാൻ ഇന്നേ വരെ ഈ കടയിലുള്ള ഒരു പെണ്ണുങ്ങളോട് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇതിപ്പോ ഞാൻ അറിയാതെ ഞാൻ ആ സമയത്ത് കണ്ടപ്പോ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടും ആ ഒരു സമയത്ത് വിജി, എന്തൊക്കെയായാലും ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. അതൊക്കെ പക്ഷെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. നിന്നെ പോലെയുള്ളവരൊക്കെ ഇവിടെ ജോലി ചെയ്താ ഇവിടെയുള്ള സ്ത്രീകൾക്കൊന്നും സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അവർക്കിവിടെ സുരക്ഷിതത്വം ഇല്ല. ഈ കടയിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ അവസ്ഥയാണെങ്കിൽ ഇവിടെ തുണി വാങ്ങാൻ വരുന്ന മറ്റുള്ള സ്ത്രീകളെയൊക്കെ നീ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടാവും? അവരോട് നീ തെറ്റായി ബിഹേവ് ചെയ്തില്ലെന്ന് എന്താ ഉറപ്പാ? അവർക്ക് വേണ്ടി കൂടിയാ ഞാനിത് ചെയ്യാൻ പോകുന്നത്. അയ്യോ വിജി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ അതൊക്കെ ഇതിനോടുള്ള സ്നേഹം കൊണ്ട്. ഇപ്പൊ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയാണ് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന മറ്റുള്ള ആണുങ്ങൾക്ക് കൂടി ഒരു പാഠമാവാൻ പോകുന്നത്. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം. അയ്യോ, കാര്യം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് അറിയാം. പക്ഷെ അതിനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ ചെയ്തു പോലെ തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാൻ അങ്ങനെ തെറ്റായിട്ടുള്ളൊരു മനസ്സുകൊണ്ട് ചെയ്തതൊന്നല്ലത്. എന്റെ ശമ്പളം കൊണ്ട് എന്റെ കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നു. പെട്ടെന്ന് ഈ ജോലി എങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മുഴുവൻ കുടുംബവും പട്ടിണിയായി പോകും വിജി. ഞാൻ ഒരാള് ചെയ്ത തെറ്റിന് വേണ്ടി എന്റെ കുടുംബത്തെ മുഴുവൻ ദ്രോഹിക്കുന്നത്. അങ്ങനെ കുടുംബത്തെ പറ്റി ചിന്തയുള്ള ആളാണെങ്കിൽ മര്യാദയ്ക്ക് കടയിലുള്ള ജോലി ചെയ്യുകയാ വേണ്ടത്. അല്ലാതെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുതായിരുന്നു.